ഡൽഹി ചലോ മാർച്ചുമായി മുന്നോട്ടു പോകാൻ കർഷകർ തീരുമാനിച്ചിരിക്കുന്നു. 5 ഉൽപ്പന്നങ്ങൾക്ക് മാത്രം താങ്ങുവില പോരെന്ന് കർഷക സംഘടനകൾ അറിയിച്ചു. നാളെ മുതൽ മാർച്ച് പുനരാരംഭിക്കാനാണ് തീരുമാനം. ആർ രാഗേഷ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. രാഗേഷ്, പല വിധത്തിലുള്ള അനുനയ ശ്രമങ്ങൾ, കർഷകരുടെ ആവശ്യങ്ങൾ ഭാഗികമായി അംഗീകരിക്കുന്നതുവരെയുള്ള നടപടികൾ ഉണ്ടായിട്ടും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് കർഷകർ പറയുന്നത്. ഏതൊക്കെ കാര്യങ്ങളിലാണ് അവർക്ക് അതൃപ്തിയുള്ളത്? ഇനി നാളെ അവർ സമരവുമായി അല്ലെങ്കിൽ മാർച്ചുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതിന് മുന്നോടിയായി ഏതെങ്കിലും തരത്തിൽ അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് സാധ്യതയുണ്ടോ? രേണുക, ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച കർഷക സംഘടനകളുമായി കർഷക നേതാക്കളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തിയിരുന്നു. 4ാം വട്ട ചർച്ചയും പക്ഷേ പരാജയമായിരുന്നു. ഏതായാലും ഞായറാഴ്ച നൽകിയ ചില ഉറപ്പുകൾ, ചില വാഗ്ദാനങ്ങൾ കർഷക സംഘടനകൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തു. അതിനുശേഷമാണ് ഇത് അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഇപ്പോൾ ഏതായാലും കർഷകർ എത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും താങ്ങുവിലയുമായി ബന്ധപ്പെട്ട കാര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വാഗ്ദാനം ഉണ്ടായിട്ടുള്ളത്. അതായത് 5 വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. തുവരപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, പരുത്തി, നെല്ല്, ഗോതമ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് നാഫെഡ് അടക്കമുള്ള ഏജൻസികൾ വഴി കരാറുണ്ടാക്കി താങ്ങുവില ഉറപ്പാക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ വാഗ്ദാനം നൽകിയത്. എന്നാൽ കർഷകർ പറയുന്നത് ഇതിൽ 2 ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ഗോതമ്പിനും നെല്ലിനും പഞ്ചാബിലെ കർഷകർക്ക് നിലവിൽ താങ്ങുവില ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റ് 3 ഉൽപ്പന്നങ്ങളുടെ ഒരു വാഗ്ദാനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ 23 ഇനങ്ങൾക്ക് വിളകൾക്ക് താങ്ങുവില വേണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിലവിലെ പ്രശ്നപരിഹാരത്തിനല്ല കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന വിമർശനമാണ് കർഷക സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതിനു പുറമെ 12 ആവശ്യങ്ങൾ കർഷകർ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം, ഒപ്പം ലഖിംപൂർ ഖേരിയിലുണ്ടായ വെടിവെപ്പിൽ ആ കേസിൽ വെടിവെപ്പല്ല, വാഹനം ഇടിച്ചു കയറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ നീതി ലഭിക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ തന്നെ കർഷക സംഘടനകൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ ആവശ്യങ്ങളൊന്നും തന്നെ സർക്കാർ പരിഗണിച്ചിട്ടില്ല. ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏതായാലും കേന്ദ്ര സർക്കാരിന് മുന്നിൽ വഴങ്ങേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഇപ്പോൾ കർഷക സംഘടനകൾ എത്തിയിട്ടുള്ളത്. ഏതായാലും ഈ 2 ദിവസം ഇക്കാര്യത്തിൽ ഇടയ്ക്കൊക്കെ കർഷകർക്കിടയിൽ തന്നെ ചില ഭിന്ന സ്വരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഭാഗികമായി ചില ആവശ്യങ്ങളിൽ ഉറപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്നു. അതിനുശേഷവും പൂർണ്ണമായും ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടും വരെ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ അത് ഒറ്റക്കെട്ടായി എടുക്കുന്ന തീരുമാനമാണോ? കർഷക സംഘടനകൾ, സമരരംഗത്തുള്ള എല്ലാവരും ഒറ്റക്കെട്ടാണോ ഇക്കാര്യത്തിൽ? രേണുക, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കാരണം ഞായറാഴ്ചയായിരുന്നു ഈ വിഷയത്തിൽ ചർച്ച നടന്നത്. അപ്പോൾ ആ ചർച്ചയ്ക്ക് ശേഷം ഒരു ഉറപ്പ് അല്ലെങ്കിൽ എന്തായിരിക്കണം തീരുമാനം എന്ന കാര്യത്തിൽ വിശദമായി ചർച്ച ചെയ്ത് അറിയിക്കാം എന്നാണ് കർഷക സംഘടന അറിയിച്ചിരുന്നത്. ഇപ്പോൾ ഏതായാലും കർഷക സംഘടനകളാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ഇന്നലെ വിഷയം വിശദമായി ചർച്ച ചെയ്തു, എല്ലാ സംഘടനകളുമായി വിഷയം വിശദമായി ചർച്ച ചെയ്തു. ആ ചർച്ചയ്ക്കൊടുവിലുള്ള തീരുമാനം അറിയിക്കുന്നു എന്നാണ് ഇപ്പോൾ കർഷക സംഘടനകൾ വ്യക്തമാക്കിയത്. അങ്ങനെയാണ് ഇതുമായി ഈ വാഗ്ദാനങ്ങൾ അംഗീകരിക്കേണ്ടതില്ല എന്ന് അവർ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം 23 ഇനങ്ങൾക്ക് താങ്ങുവില ഉറപ്പാക്കണമെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ അതിൽ കേവലം 5 എണ്ണം മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ കർഷകർ ഈ താങ്ങുവില ഉറപ്പായിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങൾ മാത്രം കൃഷി ചെയ്യാൻ നിർബന്ധിതരാകും. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് രാജ്യത്തെ ഒരു വിഭാഗം അല്ലെങ്കിൽ പഞ്ചാബിലെ കർഷകരുടെ മാത്രം പ്രശ്നമല്ല, രാജ്യത്തെ മൊത്തം കർഷകരുടെ പ്രശ്നമാണെന്ന് കൂടി അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇതിന് പുറമെ താങ്ങുവില അവരുടെ ഒരു ആവശ്യം മാത്രമായിരുന്നു. ഇതിന് പുറമെ 12 ആവശ്യങ്ങൾ കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. അതൊന്നും പരിഹാരം കാണാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശദമായി ചർച്ച ചെയ്തു ഇത് അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കർഷകർ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഏതായാലും നാളെ മുതൽ ട്രാക്ടർ മാർച്ചുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെയെങ്കിൽ ഹരിയാന പോലീസ് ഇതിനെ എങ്ങനെ നേരിടും എന്നടക്കമുള്ള വിഷയങ്ങൾ കണ്ടറിയേണ്ട വിഷയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്, ടിയർ ഗ്യാസ് അടക്കമുള്ളവർ കർഷകർക്ക് നേരെ പ്രയോഗിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിർത്തി മറികടക്കേണ്ടതില്ല എന്ന നിലപാട് ഹരിയാന പോലീസ് സ്വീകരിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ഏതായാലും സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വീണ്ടും കേന്ദ്ര സർക്കാർ കർഷകരെ കാണാനുള്ള ചർച്ചയ്ക്ക് വിളിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. രേണുക, ശരി. ആർ രാഗേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.